തേങ്ങ വറുത്തരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണിത്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 കിലോ ചിക്കന് വേണ്ടിയുള്ള പൊടികളാണ് ഈ വറുത്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി ചൂടായൊരു കുക്കറിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് ചൂടാക്കുക. അതിനുശേഷം ഓൾ സ്പൈസസ് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക ചതച്ചത്, പിന്നെ 2 സവാള, 2 തക്കാളി, ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളകി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണം. ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങണം. ഒരു 3-4 മിനിറ്റ് അങ്ങനെ വഴറ്റുമ്പോഴത്തേക്കും നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടി വറുത്ത് വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരണ്ട. ഒരു വിസിൽ വരുന്നതിന് മുമ്പേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള വേവ് നമ്മളിത് കറി തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കൻ പൊടിയാതെ നല്ല കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനധികം വെള്ളമായിട്ടല്ല ഉപയോഗിക്കുന്നത്, കുറുകിയ ചാറോടുകൂടിയാണ് എടുക്കുന്നത്. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് വിളമ്പി എടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റിലുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ് കേട്ടോ.